ഹലോ ഗഡികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ടാണ്. അപ്പോൾ മറ്റൊന്നല്ല, നമ്മുടെ ഇലക്ഷനും സംബന്ധമായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞായിരുന്നു BJP 3 സീറ്റ് അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു കാര്യം. അപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞ 3 സീറ്റ് അല്ലതാണ്. ഞാൻ പറഞ്ഞത് 3 സീറ്റ് ഏറ്റവും പ്രാധാന്യമുള്ള 3 സീറ്റാണ്. ഉറപ്പായിട്ടും BJP അക്കൗണ്ട് തുറക്കും തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് 0 മുതൽ 3 സീറ്റ് വരെ. ലീഗിന് ഒന്നൊഴികെ ബാക്കി എല്ലാ സീറ്റും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ 22 സീറ്റ് ലീഗിന് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ 92 പറഞ്ഞത് 102 ആയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സീറ്റ് UDFിൻ്റെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ ആ പ്രവചനം ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത കാര്യങ്ങളായിട്ട് വരാം. ഞാൻ ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു, സഖാക്കൾ എന്തുകൊണ്ടാണ് തോൽക്കാൻ കാരണമുള്ള ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അതായത് ആരോടൊരു മെസ്സേജാണ് ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി, അതിൽ ഏറ്റവും വന്ന CPM ആയിരുന്നു. അന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു CPMൻ്റെ തോൽവിയുടെ ഒരു കാര്യം ഉറപ്പാണെന്നുള്ളത്. ഇനി എന്താണ് CPM തോൽക്കാൻ ഇത്ര കാരണം? ഒരാളും നേരെ ചൊവ്വ സംസാരിക്കില്ല, വെറും ധാർഷ്ട്യവും അഹങ്കാരവും വെച്ച സംസാരമാണ്. ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായി, വീണ ജോർജ്. പ്രതിഷേധക്കാർ പ്രതിഷേധിക്കാൻ വന്ന ആരെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് ചരിത്രം ഉണ്ടാകും. അത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കാൻ വരുന്നവരുടെ അടുത്തേക്ക് നിങ്ങൾ എന്താ കാണിക്കുക എന്നുള്ള ഒരു രീതിയിൽ വരാം. പിന്നെ അവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് കഴുത്തുളക്കി എന്ന് പറഞ്ഞിട്ട് നാടകം കളിക്കുക. ഇവരൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇത് ദൃശ്യമാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതിലൂടെയൊക്കെ നിരവധി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഒരു രക്ഷാപ്രവർത്തനം പരസ്യമായിട്ട് നുണ പറഞ്ഞാൽ ഇതിനു മുമ്പ് പറഞ്ഞതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു രക്ഷാപ്രവർത്തനം. അതും ജനങ്ങൾ കാണുന്നതല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ എവിടെ നടക്കും? ഈ ജാതി ധാർഷ്ട്യമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ആ രക്ഷാപ്രവർത്തനം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ആ രക്ഷാപ്രവർത്തനം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൊബൈലൊക്കെ പിടിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ട്, ക്യാമറക്കാരുണ്ട്, ചാനലുകാരുണ്ട്, ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് തലക്കടിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം. ഇതാണ് കേരളം കണ്ട രക്ഷാപ്രവർത്തനം. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഒരു ഗതാഗത മന്ത്രി ഇതാണ് രക്ഷാപ്രവർത്തനം. ഇതാണ് CPMമാരുടെ രക്ഷാപ്രവർത്തനം. അതേമാതിരി തന്നെ എന്തു സംസാരിച്ചാലും മര്യാദയ്ക്ക് സംസാരിക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ. നല്ല പാർട്ടി സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കൊടിയേരിനെ പോലുള്ള പാർട്ടി സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു. ഗോവിന്ദനെ പോലുള്ള ഓരോ അതേമാതിരി എം മണി, അതേമാതിരി ആര്യ രാജേന്ദ്രൻ, മെഹർ, എൻ്റെ പൊന്നെ എന്തൊക്കെ കാണിച്ചു. അതേമാതിരി കുറേ യുവാക്കൾ വന്നിട്ടുണ്ട്. ഒന്നിനും ഒരു ഇതിൽ എടുത്ത് പറയാനായിട്ട് ഞാൻ പറയാം. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് സ്വരാജിനെ പോലുള്ളവരൊക്കെ കാരണം ഒന്നും കൂടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ സ്വരാജ് മുൻനിരയിലേക്ക് വരുന്നില്ല. അതേമാതിരി തന്നെ ഷംസീർ, നിയമസഭയിൽ ഇത്രയും എക്സ്പീരിയൻസ് ആയ ഷംസീറിന് ഒതുക്കാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇലക്ഷൻ വരെ അധോരാത്രം CPMന് വേണ്ടി പണിയെടുത്ത മൊട്ട അരുൺ തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഷംസീറിനെ എന്തുകൊണ്ട് ഒതുക്കപ്പെടുന്നു? ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇവിടുന്ന് പോയവരും വന്നോരേ കാര്യങ്ങൾ പറയാം. ഇവിടുന്ന് പോയ സരിൻ്റെയും മാണി ഗ്രൂപ്പിൻ്റെയും ഒക്കെ അവസ്ഥ ഇപ്പം എന്താണ്? ഒറ്റ MLA പോലും ഇല്ല. അനിസ്പ്രയുടെ പരസ്യം മാറി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനായിട്ട്. സരിനൊക്കെ ഇപ്പം എന്തെടുക്കണാവും? ഇനി അവിടെ നിന്ന് വന്നോരേ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിക്കണ്ണൻ, ഗോവിന്ദൻ, G സുധാകരൻ ഒക്കെ MLAമാരാണ്. സന്ദീപ് വാര്യർ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ആരോപണങ്ങളൊക്കെ ആയിരുന്നു. ആരോപണങ്ങൾ ഒരിക്കലും CPMൻ്റെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അപ്പോൾ ഇവർ LDF സർക്കാർ എടുത്തൊരു നടപടിയായിരുന്നു ഏത് മിൽമ പാലിന് വില കൂട്ടുക എന്നുള്ളത്. അതും ഞാൻ പറഞ്ഞതല്ല, ആര് പറഞ്ഞ്? അരുൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ അരുൺ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ ഇനിയിപ്പോൾ നിരന്തരം സമരത്തിൻ്റെ ഹർത്താലിൻ്റെ ഒക്കെ കാലമാണ് വരാൻ പോണത്. ഇനി മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയിട്ട് UDF തല്ലുകൂടി ഉണ്ടാവൂടോ? കാരണം എന്താണ്?
ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ അഭിപ്രായം പറയും. അതിന് അർഹതപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം. ഇവിടെ അർഹതപ്പെട്ടവരുണ്ടോ? പിണറായി പ്രതിപക്ഷ നേതാവാനും രണ്ടാമത് മുഖ്യമന്ത്രി ആവാനും ഒക്കെ ഒരു പിണറായി ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഈ പിണറായി അധികാരത്തിൽ വന്നത്? ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതാണോ? ആദ്യം VSന്റെ തരംഗത്തിൽ കയറിയതാണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് പിണറായി എന്ന് പറഞ്ഞ ഒരാൾ ചിത്രത്തിലെ VS മുഖ്യമന്ത്രി ആവുന്നതാണ് എല്ലാവരും ധരിച്ചിരുന്നത്. രണ്ടാമത് മുഖ്യമന്ത്രി ആയത് എങ്ങനെയാണ്? കിറ്റ് കൊടുക്കൽ, ജനങ്ങളെ ഒരു പറ്റിക്കൽ നടത്തി. ജനങ്ങൾ അതൊന്നും മറക്കില്ല. ജനങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. അപ്പോൾ അതാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരുടെ ഇനിയിപ്പോൾ ഒരു സമരത്തിൽ പോയി CPM നേതാവ് UDF സർക്കാർ അധികാരത്തിലേറിയത് 2 ദിവസമായിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് ജനങ്ങളത് പൊളിച്ചടക്കുന്നുണ്ട്. 10 വർഷം നിങ്ങളുണ്ടായിരുന്നില്ലേ, നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ രാഷ്ട്രീയം ഈ കണ്ണിപ്പൊടിയുടെ ഒന്നും ഇനി നടക്കില്ല. ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടില്ലേ? ഇവരെല്ലാവരും ഒരേ ശൈലിയിൽ ഇങ്ങനെ കൈപിടിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ വന്നാലുണ്ടല്ലോ കോൺഗ്രസ്സുകാരാ BJPക്കാരാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ഇവരെ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവർക്കും ഒരേ ശൈലിയ. അതൊക്കെ മടുത്തു ജനങ്ങൾക്ക്. ഇനി അതൊന്നും വില പോവില്ല. മനസ്സിലായില്ലേ? പിന്നെ വർഗീയത പറയാ, ഓരോ കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് അവർ ആരോപിച്ച മിൽമ പാലിൻ്റെ പൊട്ടി ഓരോന്നും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ രക്തൻ കേൽക്കർ എന്ന് പറഞ്ഞത് വ്യക്തി IAS ആണ്. അവരൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയപ്പെടുന്ന ആൾക്കാരുണ്ട്. അതല്ല, അത് ബംഗാളിലെയും കേരളത്തിലെയും കൂടി താരതമ്യം ചെയ്യരുത്. BJPക്കാരെ പണി നിങ്ങൾ എടുക്കണ്ട, അത് BJPക്കാരെടുത്തോളൂ. എന്താണ് രക്തൻ കേൽക്കർ? ആരായിരുന്നു രക്തൻ കേൽക്കർ? കേരളത്തിൽ വന്നു, അവിടെ നിന്ന് പിന്നെ മൂപ്പര് കർണാടകയിൽ പോയി, അവിടെ നിന്ന് പിന്നെ ഇടുക്കിയിലോട്ട് വരുന്നു ഡെപ്യൂട്ടി കളക്ടറായിട്ട്. അതിനുശേഷം കണ്ണൂർ കളക്ടറാവുന്നു. അതിനുശേഷം പിണറായി മന്ത്രിസഭയിൽ 1ാം പിണറായി മന്ത്രിസഭയിൽ മൂപ്പര് GST മുഖ്യ ഇതാവുന്നു. അത് കഴിഞ്ഞ് ITC നേതാവിയാവുന്നു. അത് കഴിഞ്ഞ് പിണറായിയൊപ്പം എല്ലാ ഒരുവിധ വേദിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്, പിണറായി നിയമിച്ചതാണ്. അപ്പോൾ വെറുതെ ഓരോന്ന് പറയരുത്. ഇത് നേതാക്കൾ പറയുന്നതൊന്നുമില്ല, ഈ വാട്സപ്പ് സഖാക്കളെ പറയുള്ളൂ. ഈ BJPക്കാരെ പണിയെടുത്ത് അയ്യോ ഇനിയിപ്പോൾ നിയമസഭയിൽ ചിരിക്കാനുള്ള 3 വകുപ്പുണ്ട്. ഇപ്പം 3 വരി ആകെ നിയമസഭയിൽ രാജീവ് ചന്ദ്രശേഖരൻ സംസാരിച്ചോളൂ. ആ 3 വരിയും വായിച്ച് നോക്കി ആണ് അത് വായിച്ചിട്ടുള്ളത്. ആ 3 വരിയെങ്കിലും കാണാതെ പഠിച്ച് ചെല്ലാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനി വരാൻ പോണത് എന്താണ്? ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ളിൽ KSRTC ബസ്സിൽ കയറി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് പ്രഹസനം. ഇവരെന്ത് പരിപാടിയോ ധരിപ്പിച്ചാലും പ്രഹസനമാണ് BJP. അപ്പോൾ ഇതാണ് ഈ കാര്യത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയം മറന്നിട്ട് IAS ആണ്. അവർ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്, പിണറായി വിജയൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം നല്ല ബെസ്റ്റ് കളക്ടർക്കുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള വ്യക്തിയാണ് VD സതീശൻ നിയമിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു കഴിവില്ലാത്തവരെ നിയമിച്ചതല്ല, മറ്റൊരു കാരണവശാലും നിയമനം അല്ല അത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്.